സല്യൂട്ട് ഭാരത്. നമ്മളോടൊപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ എ ഹരികുമാറാണ്. സാർ, സ്വാഗതം. നമസ്തേ സാർ, ഈ അഗ്നി മിസൈൽ പരീക്ഷണവുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വാർത്താക്കുറിപ്പ് ഇറങ്ങുമ്പോൾ പറയുന്ന അതിൻ്റെ ദൂരപരിധി ഏതാണ്ട് 5000-6000 കിലോമീറ്റർ ആണെങ്കിലും ചില അനൗദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന അഗ്നി 5-ൻ്റെ ദൂരപരിധി 8000 കിലോമീറ്റർ കഴിയുമെന്നാണ്. നമ്മുടെ അഗ്നി 6 മിസൈലിൻ്റെ ദൂരപരിധി 12000 കഴിയുമെന്നും പറയപ്പെടുന്നു. എന്നാൽ യഥാർത്ഥ ദൂരപരിധി ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഒരിക്കലും വെളിപ്പെടുത്താറില്ല. അതെന്തുകൊണ്ടാണ് സാർ? അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും തന്ത്രപരമായ ഒരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ, സാങ്കേതിക കാരണങ്ങളാണോ? ശരിയാണ്. ഓരോ തവണയും അഗ്നി മിസൈൽ കുടുംബത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മിസൈൽ ഇന്ത്യ വിക്ഷേപിക്കുമ്പോൾ വളരെയധികം ഊഹാപോഹങ്ങള് അതിനെ തുടർന്നുണ്ടാകാറുണ്ട്. അങ്ങനെ ചില ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ, സ്പെക്കുലേഷൻസ് ഒക്കെ വരാറുണ്ട്. ഈ കഴിഞ്ഞ ദിവസം അഗ്നി 4 മിസൈൽ ഇന്ത്യ വിക്ഷേപിച്ചു. 4000 കിലോമീറ്റർ മാത്രം ദൂരപരിധിയുള്ള ഒരു മിസൈലാണ് അഗ്നി 4. പക്ഷെ അത് പതിവില്ലാത്ത രീതിയിൽ വല്ലാത്ത പരിഭ്രാന്തമായ ലേഖനങ്ങൾ തുർക്കിയുടെ ഭാഗത്തു നിന്നും ചൈനീസ് പ്രസിദ്ധീകരണങ്ങളിലും ഒക്കെ ഉണ്ടായി. അവർ പറയുന്ന യഥാർത്ഥത്തിൽ അത് ഒരിക്കലും അഗ്നി 4 അല്ല വിക്ഷേപിച്ചത് എന്നാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ദൂരപരിധി 4000 കിലോമീറ്റർ ആണ്. ഏതാണ്ട് 1.5 ടണ്ണിലധികം ഭാരമുള്ള വാർഹെഡ് വഹിക്കാൻ ശേഷിയുള്ള മിസൈലാണ്. ന്യൂക്ലിയർ ആയുധങ്ങൾ ഉൾപ്പെടെയുള്ള ഏത് വേണമെങ്കിലും ഇതിന് ക്യാരി ചെയ്യാം. അപ്പൊ അവർ പറയുന്നത് ഈ മിസൈലിന്റെ ആദ്യ ദൂരപരിധി ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നത് ഏതാണ്ട് 2600 കിലോമീറ്റർ ആണ്, 2700 കിലോമീറ്റർ. പിന്നീട് അത് 3750 കിലോമീറ്റർ ആയിട്ട് ഉയർത്തി. അത് നോട്ടാം എന്ന് പറഞ്ഞിട്ട് ഓരോ മിസൈൽ വിക്ഷേപണത്തിന് മുമ്പും ഈ വൈമാനികർക്കും നാവികർക്കും ഒക്കെ മുന്നറിയിപ്പ് കൊടുക്കാറുണ്ട്. നോട്ടാം എന്ന് പറഞ്ഞാൽ നോ ടു എയർമാൻ എന്നുള്ളതിന്റെ ഒരു ചുരുക്കെഴുത്താണ്. അപ്പൊ ആ ഒരു വാണിംഗ് വന്നപ്പോ 3750 കിലോമീറ്റർ എന്ന വാണിംഗ് ആണ് പെട്ടെന്ന് പലരും ഇത് സംശയിക്കാൻ ഇടയാക്കിയത്. കാരണം ലോകത്ത് ആരും ഒരു മിസൈലും പൂർണ്ണ ദൂരപരിധിയിൽ പരീക്ഷിക്കുന്നില്ല. ഇപ്പൊ ഞാനിപ്പോ ഒരു കാര്യം പറയാം. അതായത് ഈ 6000 കിലോമീറ്റർ 5000 നമ്മളിപ്പം പ്രഖ്യാപിച്ചിരിക്കുന്നത് അഗ്നി 5 5500 കിലോമീറ്റർ ആണ് അതിന്റെ റേഞ്ച് എന്നാണ്. ചൈനയൊക്കെ പറയുന്നത് 8000 കിലോമീറ്റർ 8500 കിലോമീറ്റർ ആണെന്നാണ്. അപ്പൊ 8005 കിലോമീറ്റർ ദൂരത്തേക്ക് ആ മിസൈൽ വിക്ഷേപിച്ചാൽ അത് ഇവിടുന്ന് വീലർ ഐലൻഡിൽ നിന്ന് വിക്ഷേപിക്കുന്ന മിസൈൽ അങ്ങ് ജപ്പാനും ഏതെല്ലാം രാജ്യങ്ങളുടെ മുകളിലൂടെ പോകും. അപ്പൊ അവിടെയൊക്കെ തന്നെ വിമാന യാത്ര ആ സമയത്ത് നിർത്തിവെക്കേണ്ട വരും. അല്ലെങ്കിൽ മറ്റ് നാവികരാണെങ്കിലും സൂക്ഷിക്കേണ്ട വരും. അങ്ങനെയൊക്കെ വരും. അത് കാരണം ഒരിക്കലും ആരും അത് ചെയ്യാറില്ല. പകരം അതിന് വേറൊരു ടെക്നോളജി ഉണ്ട്. അതിന് ലോഫ്റ്റഡ് ലോഞ്ച് എന്നാണ് പറയുന്നത്. ഇതിപ്പം ഒരു മിസൈൽ നേരെ പോകുമ്പോഴാണ് ഒരു ദൂരപരിധി നമ്മൾ പറയുന്നത്. ഇത് കുത്തനെ ആകാശത്തോട്ട് വിടും. ആകാശത്ത് ഇതിന്റെ ഈ സഞ്ചാരപഥം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അത് സഞ്ചരിക്കുന്ന ദൂരം നമുക്ക് കണക്കാക്കാം. അപ്പം ഇത് ആകാശത്തേക്ക് കൂടുതൽ ദൂരം സഞ്ചരിപ്പിക്കും. അങ്ങനെ ആണ് ഇത്. അതായത് ഈ ബലിസ്റ്റിക് മിസൈലുകളൊക്കെ തന്നെ ബഹിരാകാശത്തേക്ക് ഒരു 45 ഡിഗ്രി ചരിവിൽ അത് മുകളിലോട്ട് പോകുന്നു. പോയിട്ട് അതങ്ങ് ബഹിരാകാശത്ത് ചെന്നിട്ട് അത് തിരിച്ച് ഭൂമിയിലേക്ക് വരും, റീ എൻട്രി. അപ്പോൾ ആ റീ എൻട്രി ചെയ്യുന്ന ആ ബഹിരാകാശത്തേക്ക് പോകുന്ന ദൂരം കുറച്ചുകൂടെ കൂട്ടിയിട്ടാണ് ഈ മിസൈലിന്റെ ദൂരം, ഫുൾ ദൂരം ഇത് പരീക്ഷിക്കുന്നു. പിന്നെ പലപ്പോഴും ഫുൾ ദൂരം പരീക്ഷിക്കേണ്ട ആവശ്യം പോലും ഇന്നത്തെ കാലത്തില്ല. കാരണം മിസൈലിന്റെ സിമുലേറ്റർ ഒക്കെ വെച്ചിട്ട് അത് കൃത്യമായിട്ട് നമുക്ക് പരീക്ഷിക്കാം. പകരം നമ്മൾ ചെയ്യുന്നത് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നോളജികൾ പെർഫെക്റ്റ് ആണോ എന്ന് നോക്കും. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ റീ എൻട്രി ടെക്നോളജി സാധാരണ നമ്മുടെ ഈ റോക്കറ്റുകൾ, അതായത് ഉപഗ്രഹം വിക്ഷേപിക്കുന്ന റോക്കറ്റുകളൊക്കെ നേരെ ആകാശത്തേക്ക് പോയി അവിടെ വെച്ച് അങ്ങ് കത്തിത്തീരും. പക്ഷെ ഇതങ്ങനല്ല. ആകാശത്തോട്ട് ചെന്നിട്ട് ഒരു ഭാഗം ഇതിന്റെ താഴേക്ക് വരും. ആ താഴേക്ക് വരുമ്പോൾ അതീവ ഭയങ്കര ചൂടായിരിക്കും. ആ ചൂടിനെ പ്രതിരോധിക്കുന്ന ഷീൽഡ് ആ ഭാഗത്തോ ഈ റീ എൻട്രി നടത്തുന്ന ഭാഗത്തുണ്ടായിരിക്കും, മുകൾ ഭാഗത്ത്. അപ്പൊ അത് പെർഫെക്റ്റ് ആണോ എന്ന് നോക്കും. കൃത്യമായിട്ട് ഒരു ഭാഗം വേർപെട്ടിട്ട് റീ എൻട്രി നടത്താൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കും. ഈ ഇത് ഇങ്ങനെയൊക്കെയുള്ള കുറെ, അതുപോലെ തന്നെ സോഫ്റ്റ്വെയറുകളുടെ കാര്യക്ഷമത നോക്കും. നാവിഗേഷൻ സിസ്റ്റം ഉദ്ദേശിച്ചിരിക്കുന്ന പാതയിലൂടെ തന്നെയാണോ പോകുന്നതെന്ന് നോക്കും.
ഏവിയോണിക്സ്, ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെ കൃത്യത പരീക്ഷിക്കും. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ നോക്കുകയാണ്. അടിസ്ഥാന ഘടകങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മാത്രം ടെസ്റ്റ് ചെയ്യുക. അത് മതിയാകും. അപ്പൊ ഈ ലോഫ്റ്റഡ് ലോഞ്ചുകളും ഈ പറയുന്ന രീതിയിലുള്ള ടെക്നോളജി ടെസ്റ്റും രണ്ടു കൂടിയാണ് പലപ്പോഴും ഈ മിസൈൽ ലോഞ്ചിൽ നമ്മൾ നടത്തുന്നത്. അപ്പോ ഇതൊക്കെ തന്നെ വളരെ പെർഫെക്റ്റ് ആണെങ്കിൽ ആ മിസൈൽ പരീക്ഷണം വിജയകരമായിരുന്നു എന്ന് നമുക്ക് ഉള്ള തീരുമാനത്തിലെത്താം. ഇവിടെ ഈ അഗ്നി-4 എന്ന മിസൈല് യഥാർത്ഥത്തിൽ അതിനൊരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഏറ്റവും ദൂരപരിധി ഉള്ളതും ഏറ്റവും ആധുനികവുമായ മിസൈൽ അഗ്നി-5ഉം ഇനി ചിലർ പറയുന്ന ടെസ്റ്റ് നടത്തിയെന്ന് പറയുന്നു, ചിലർ പറയുന്ന നടത്തിയില്ല എന്ന് പറയുന്ന അഗ്നി-6ഉമാണ്. പക്ഷേ ഇതിലൊക്കെ ഉപയോഗിക്കുന്ന ടെക്നോളജി ആദ്യം പരീക്ഷിക്കുന്നത് ഈ അഗ്നി-4ലാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ അഗ്നി-4നെ പലരും പേടിയോടെ കാണുന്നത്. കാരണം എന്തോ പുതിയ ടെക്നോളജി കൊണ്ടുവരുമ്പോഴാണ് അഗ്നി-4 ഒരു വിക്ഷേപണം നടത്തുന്നത്. ആദ്യം അത് അഗ്നി-4 കൊണ്ടുവന്ന് അത് വേണ്ട രീതിയിൽ വിജയകരമാണോ എന്ന് നോക്കും. ആണെങ്കിൽ അത് അഗ്നി-5ലും അടുത്ത അഗ്നി-5 അഡ്വാൻസ്ഡ് എന്ന് പറയുന്നതിലോ അല്ലെങ്കിൽ അഗ്നി-6 എന്ന് പറയുന്നതിലോ അത് ഇൻകോർപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം എന്ത് പുതിയ ടെക്നോളജിയാണ് ഈ അഗ്നി-4ൽ പരീക്ഷിച്ചതെന്ന് നമുക്ക് വ്യക്തമല്ല. അതിനെക്കുറിച്ച് വിമർശനം നടത്തിയ തുർക്കിയും ചൈനയും ഒന്നും അത് വെറുതെ പറയാനും അവര് സന്നദ്ധമല്ല. ഇതിൽ മറ്റൊരു കാര്യം, നമ്മുടെ ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. MIRV ടെക്നോളജി, മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ എന്ന് പറയുന്ന, അതായത് ഒരു മിസൈലിന്റെ അറ്റത്ത് നിന്നും ഒരു 8 or 10 ചെറിയ മിസൈലുകൾ പൊട്ടി പുറത്തു വന്നിട്ട് അത് പ്രത്യേകം ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. അതാണ് ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ടെക്നോളജി ആദ്യം നമ്മൾ പരീക്ഷിച്ചത് ഈ അഗ്നി-4ലാണ്. അപ്പൊ അഗ്നി-4 6 അങ്ങനെ ഉള്ള പിന്നെ MIRV ആണ് ഉള്ളത്. അതിനുശേഷം അഗ്നി-5ലേക്ക് എത്തിയപ്പോൾ അത് 6ന്റെ സ്ഥാനത്ത് 8 തൊട്ട് 12 വരെ എന്നുള്ള ഒരു നമ്പറിലേക്ക് എത്തി. 12 തൊട്ട് 2 12 14 ആണ് അഗ്നി-6ന്റെ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ടെക്നോളജികൾ പലത്, അതുപോലെ റിംഗ് ലേസർ ഗൈറോസ്കോപ്പ് എന്ന് പറയുന്ന കൃത്യതയുള്ള ഒരു നാവിഗേഷൻ സിസ്റ്റം, അങ്ങനെയുള്ള നിരവധി സംവിധാനങ്ങൾ ആദ്യം പരീക്ഷിച്ചത് ഈ അഗ്നി-4ലാണ്. ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ എന്തോ ഒരു പരീക്ഷണം നടത്തിയതായിട്ടാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള വിശകലന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അത് നമ്മൾ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടത്, കുറച്ചു ദിവസം മുമ്പ് മുൻ DRDO ചെയർമാനായിരുന്ന സമീർ വി കമത്ത് ഒരു പ്രസ്താവന നടത്തി. അതായത് ലോകം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത 5 തരം മിസൈലുകൾ ഇന്ത്യ വരും ദിവസങ്ങളിൽ പരീക്ഷിക്കും എന്നൊരു സംസാരം ഇദ്ദേഹം നടത്തിയിരുന്നു. അദ്ദേഹം അതിനെക്കുറിച്ച് വിശദീകരിക്കാനൊന്നും തയ്യാറായിട്ടില്ല. അപ്പോൾ 6 മിസൈൽ എന്ന് പറയുമ്പോൾ അത് ടെക്നോളജി ആണെന്നാണ് നമ്മൾ ഊഹിക്കേണ്ടത്, അല്ലാതെ പുതിയ 6 മിസൈൽ ആവണമെന്നില്ല. ഈ മിസൈലുകളൊക്കെ തന്നെ ഒരുപക്ഷെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുന്ന കുറച്ചുകൂടെ ഇന്റലിജന്റ് മിസൈലുകളായിട്ട് മാറ്റുക എന്നുള്ളതായിരിക്കാം ഇന്ത്യ ലക്ഷ്യമിടുന്നതെന്നാണ് പലരും പറയുന്നത്. കാരണം ഇപ്പോ പല രാജ്യങ്ങൾക്കും ഈ ദീർഘദൂരം സഞ്ചരിക്കുന്ന മിസൈലുകൾ പല രാജ്യങ്ങൾക്കും ഉണ്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, അവ കൃത്യ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരണം എന്ന് ഉറപ്പുവരുത്തണം. ഒന്നാമത്തേത് അത് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ചു പോകണമെന്നുണ്ട്. പണ്ടത്തെ ബലിസ്റ്റിക് മിസൈലുകൾക്കൊക്കെ തന്നെ അത് പ്രിസ്ക്രൈബ്ഡ് പാത്തായിരുന്നു. ഈ ആകാശത്ത് കയറുന്ന മിസൈല് തിരിച്ചു വരുമ്പോൾ തിരിച്ചു വരുന്ന ലാസ്റ്റ് ഫേസിൽ ഇതിന് ഹൈപ്പർസോണിക് വേഗത വരും. പക്ഷേ ഹൈപ്പർസോണിക് വേഗത വന്നാൽ പോലും അത് തടുക്കുക. എന്താ കാരണം എന്ന് പറഞ്ഞാൽ അതൊരു നിശ്ചിത പാതയിലൂടെ ആയിരിക്കും വരുന്നത്. അല്ലാത്ത നമ്മൾ പറയുന്ന ഹൈപ്പർസോണിക് മിസൈൽ, ഇപ്പം ബ്രഹ്മോസ് സൂപ്പർസോണിക് മിസൈൽ ഹൈപ്പർസോണിക് വേഗതയൊന്നും, പക്ഷെ അത് അവസാനം വരുമ്പോഴത്തേക്ക് വെട്ടിത്തിരിഞ്ഞും കറങ്ങിത്തിരിഞ്ഞും ഒക്കെ വരും. അങ്ങനെയൊന്നും ചെയ്യാൻ ഈ ബാലിസ്റ്റിക് മിസൈലുകൾക്ക്, പഴയ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പറ്റില്ല. പക്ഷെ ഇപ്പോഴ് അതിനും പറ്റും. അതിന് MARV, മനുവറബിൾ റീ എൻട്രി വെഹിക്കിൾ എന്ന ഒരു ടെക്നോളജി വന്നു. നമ്മൾ ആദ്യം പറഞ്ഞ MIRV ആണ്, ഇത് MARV. അതായത് ഒരു ക്രൂയിസ് മിസൈൽ പോലെ കറങ്ങി തിരിയാനും ലക്ഷ്യത്തിന് മുകളിൽ വട്ടമിടാനും ഒക്കെ പറ്റും ഇപ്പോൾ ബാലിസ്റ്റിക് മിസൈലുകൾ. ആ MARV ടെക്നോളജിയും ഈ അഗ്നി-4ലാണ് നമ്മൾ ആദ്യം പരീക്ഷിച്ചത്.
അപ്പോൾ MIRVയുടെ അടുത്ത ഘട്ടത്തിൽ MIRVയുടെയും ഒക്കെ അടുത്ത ഘട്ടത്തിലേക്ക് ഇന്ത്യ കടന്നിരിക്കുന്നു എന്നൊരു സൂചനയാണ് ഈ വിദേശ മാധ്യമങ്ങളിൽ എത്തിക്കുന്നത്. അപ്പൊ അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അപ്പോ ഈ MIRV ടെക്നോളജി വരുന്ന ഇത്തരം മിസൈലുകൾ, ഞാൻ പറഞ്ഞല്ലോ, ഒരു മുഖ്യ മിസൈലിൽ നിന്നും ഒരു 5-8 ചെറിയ മിസൈലുകൾ പൊട്ടി പുറത്തു വന്നിട്ട് അത് അതിൻ്റെതായ ലക്ഷ്യസ്ഥാനങ്ങൾ തേടി പോകുമ്പോൾ അതും മനൂറബിൾ ആവും, അതും ഒരു ഡ്രോൺ പോലെ പ്രവർത്തിക്കും, അതിന്റെ റേഞ്ചും വർദ്ധിക്കും. അപ്പം യഥാർത്ഥത്തില് വരാനിരിക്കുന്ന കാലത്ത് ഒരു മിസൈലിന്റെ റേഞ്ച് എന്നുള്ളതിലും അർത്ഥമില്ലാതെ, കാരണം ഈ MIRV ആയിട്ട് പുറത്തു വരുന്ന മിസൈലുകൾ തന്നെ ഇപ്പോ സാധാരണഗതിയിൽ അത് പോകുന്നത് ഒരു 150 തൊട്ട് 200 കിലോമീറ്റർ അപ്പുറത്തോട്ടാണ്. ഇനി അതൊക്കെ മാറിയിട്ട് ഒരു 500 തൊട്ട് 1000 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകുന്ന സ്ഥിതിയിലേക്ക് ഇത് എത്തുമ്പോൾ പിന്നീട് മിസൈലുകൾ എന്നുള്ള ഒരു സങ്കല്പം തന്നെ മാറുകയാണ്. കാരണം ഇത് ഈ ആകാശത്തേക്ക് അയക്കുന്ന മിസൈൽ യഥാർത്ഥത്തിൽ ഒരു മദർഷിപ്പ് പോലെ ആവുകയാണ്. ആ മദർഷിപ്പ് പോലെ വരുന്ന മിസൈലിൽ നിന്ന് തുരുതുരാ കൊച്ചു കൊച്ചു മിസൈലുകൾ പല ഭാഗത്തേക്കും പോകും. ഇതൊക്കെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് അതിന്റെ ടാർഗറ്റ് കണ്ടുപിടിക്കുന്നത്. ഇങ്ങനെ ഈ ചെറിയ മിസൈലുകൾ ഓരോന്നും അതിന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി. അങ്ങനെ ഇത് ഒരു പൂർണ്ണമായിട്ടും മിസൈലിന്റെ ഒരു പ്രവർത്തനത്തെ റീഡിഫൈൻ ചെയ്യുന്ന ഒരു ടെക്നോളജിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതാണ് വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഈ കഴിഞ്ഞ അഗ്നി 4 വിക്ഷേപണത്തിൽ അത്തരം എന്തോ ഒരു സംവിധാനം ഇന്ത്യ പരീക്ഷിച്ചിരിക്കുന്നതായിട്ടാണ് പല വിദേശ നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നത്. കാരണം അത് വളരെ പെട്ടെന്നാണ് അതിന്റെ പരീക്ഷണം പറഞ്ഞതും വളരെ പെട്ടെന്ന് നടത്തുകയും ചെയ്യും. അപ്പം ഈ ഒരു അഗ്നി 4-ൽ ഇന്ത്യ ഒരു പുതിയ ടെക്നോളജി പരീക്ഷിച്ചിരിക്കുന്നു എന്നാണ് നമ്മുടെ ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന ഈ ഇൻഫർമേഷൻ. എന്തായാലും ശരി, വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളും വിശകലനങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലെത്താം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. ശരി.